നമ്മുടെ അടുത്ത മണ്ഡലം ഇടുക്കി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ്. അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. പരമ്പരാഗതമായി UDF-നോടാണ് ചായ്വ്. നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നുള്ള മേൽക്കൈ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല എന്നതാണ് ചരിത്രം. മണ്ഡലം രൂപീകൃതമായ 1977 ആദ്യ ജയം കോൺഗ്രസിലെ CM സ്റ്റീഫന്. 1980 CPIM നേതാവ് MM ലോറൻസിലൂടെ മണ്ഡലം ഇടതുപക്ഷത്തേക്ക്. 1984 പ്രൊഫസർ PJ കുര്യനിലൂടെ 1.25 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇടുക്കി UDF-നൊപ്പം. 1989 1991 കോൺഗ്രസ് മണ്ഡലം കാത്തു. 1996 കന്നി അംഗത്തിനിറങ്ങിയ ഫ്രാൻസിസ് ജോർജിനെ AC ജോസ് തോൽപ്പിച്ചു. 1998 ഫ്രാൻസിസ് ജോർജിന് PC ചാക്കോയോട് പരാജയം സമ്മതിക്കേണ്ടി വന്നു. 1999 UDF കോട്ട തകർത്ത് PJ കുര്യനെ പരാജയപ്പെടുത്തി ഫ്രാൻസിസ് ജോർജ് ജയിച്ചു. 2004 കോൺഗ്രസിന് ബെന്നി ബെഹനാനെതിരെ ഫ്രാൻസിസ് ജോർജ് വീണ്ടും വിജയം ആവർത്തിച്ചു. 2009 ഫ്രാൻസിസ് ജോർജിനെ തറപറ്റിച്ച് PT തോമസിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയ്സ് ജോർജ് ഇടുക്കിയെ ഇടതുപാളയത്തിലെത്തിച്ചു. 2019 ഡീൻ കുര്യാക്കോസ് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജോയ്സ് ജോർജിൽ നിന്ന് മണ്ഡലം പിടിച്ചുവാങ്ങി. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസ് തന്നെയാകും UDF സ്ഥാനാർത്ഥി. UDF-നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാജയത്തെ സംബന്ധിച്ച് വിജയത്തെ സംബന്ധിച്ചോ ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ഇവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുന്നു, ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ അനുകൂലമായി മാറുന്നു. പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെന്നുള്ള രാജ്യത്തെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുകളുള്ള ആളുകളുടെ ചിന്താഗതികൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്ന അത്തരം ചിന്താഗതികൾ ഏറെ ആഴത്തിൽ സ്വാധീനം ചെലുത്തും ഇടുക്കി ജില്ലയിൽ. ജോയ്സ് ജോർജ് തന്നെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജില്ലയിലെ ഭൂപ്രശ്നം 2014 തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജിനെ വിജയിച്ചാൽ ജില്ലയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ജോയ്സ് ജോർജിനെ MP ആക്കിയത് ഇടുക്കിയിലെ ആളുകൾ. സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെങ്കിലും കത്തോലിക്ക സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നിർണായകം. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF-ഉം LDF-ഉം ഒരുപോലെ ഇക്കാര്യം പരിഗണിക്കാറുമുണ്ട്. ഡീൻ കുര്യാക്കോസ് MP എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ നല്ല സംഭാഷണമുണ്ട്. എവിടെ ഡീൻ എന്നുള്ള ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നൊരു കാലമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു ഹൈപ്പാണ് കിട്ടിയത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വാധീനം പാർലമെൻറ്റിൽ ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഈഴവ ഭൂരിപക്ഷമുള്ളതിനാൽ BDJS-നായിരുന്നു കഴിഞ്ഞ തവണ NDA സീറ്റ് നൽകിയത്. ഇത്തവണയും BDJS-ന് തന്നെയാകും സീറ്റ്. ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട്, തൊടുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം എന്നിങ്ങനെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDF-ന്റെ കയ്യിലാണ്. UDF അക്കൗണ്ടിൽ തൊടുപുഴയും മൂവാറ്റുപുഴയും മാത്രം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ഇടുക്കിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഡീൻ കുര്യാക്കോസ് സിറ്റിംഗ് MP ഇതുപോലെ അങ്ങ് മുണ്ട് മടക്കി കുത്തി അങ്ങ് ഇറങ്ങുകയാണോ, ഇടുക്കി പിടിച്ചു നിർത്തുകയാണോ, അതോ ഒരു അട്ടിമറി വിജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിന് ഇടുക്കി മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫ് നൽകുന്ന ചിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2014, 2019, 2021 ഇടുക്കി എങ്ങനെയാണ് വിധി എഴുതിയത് എന്ന വോട്ടോഗ്രാഫ് ഇതാ വന്നു കഴിഞ്ഞു. 2014 നോക്കൂ, UDF-ന് കിട്ടിയത് 41.05% വോട്ടുകൾ മാത്രമാണ്. അന്ന് ജോയ്സ് ജോർജ് ജയിച്ചു കയറുന്നു, 46.57% വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട്. 2019 ആകുമ്പോഴേക്കും, അതായത് ഡീൻ ഇറങ്ങുമ്പോഴേക്കും ആ സ്ഥിതി മാറുകയാണ്. 2019 LDF-ന്റെ വോട്ട് വിഹിതം 35.62 കൂപ്പുകുത്തുന്നു. UDF 54.23% വോട്ടുകൾ സ്വന്തമാക്കി വലിയ വിജയത്തിലേക്ക് എത്തുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. അവിടുത്തെ വോട്ട് വിഹിതം 42.95% താഴേക്ക് ഇറങ്ങി വരുന്നു. അതേസമയം LDF 35.62% നിന്ന് 46.62%, അതായത് 11% വർധന അവിടെ വരുത്താൻ അവർക്ക് കഴിയുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇടുക്കിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ NDA 2014-ലും 2021-ലും ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള ഒരു വോട്ട് വിഹിതം സ്വന്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2014-ൽ 6.15, 2021-ൽ 6.71, 2019-ലെ തെരഞ്ഞെടുപ്പിലാണ് 8.56% മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം NDAക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഉണ്ണിസാർ നോക്കൂ, ഈ വോട്ടോഗ്രാഫ് നൽകുന്ന ഒരു സൂചന എന്താണ്? കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മാറി മാറി വന്ന 2 ഫലങ്ങൾ, അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിലെ 2 ഫലങ്ങൾ ഇക്കുറി എന്താകും? അത് നിശ്ചയമായി. കാരണം വെച്ചാൽ UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം നേടിയ മണ്ഡലമാണ്. കാരണം ഏതാണ്ട് 18% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഡീൻ കുര്യാക്കോസ് ആ മണ്ഡലം പിടിച്ചത്. 2014-ലും ഡീനും ജോയ്സ് ജോർജും തമ്മിലാണ് മത്സരം. സംസ്ഥാനത്ത് 4ാമത്തെ ഭൂരിപക്ഷമാണ്. അതെ. അപ്പോൾ അന്ന് ജോയ്സ് ജോർജ് ആ മണ്ഡലം 2014-ൽ പിടിച്ചുവെങ്കിൽ 2019-ൽ മനോഹരമായ തിരിച്ചടിയാണ്, തിരിച്ചു വരവുമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയത്. 18% വ്യത്യാസത്തിലാണ് ഡീൻ ജോയ്സിനെ തോൽപ്പിക്കുന്നത്. ഇനി 21-ൽ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 21-ലെ സ്ഥിതി എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താണ്? അതിൽ 7 മണ്ഡലങ്ങൾ ഇടുക്കിയിലുള്ളതിൽ 5 മണ്ഡലങ്ങളിലും LDF ആണ്, അല്ലേ? LDF ആണ്. കാരണം കോതമംഗലത്ത് ആന്റണി ജോൺ, ദേവികുളത്ത് A രാജ, ഉടുമ്പൻചോള MM മണി, ഇടുക്കി റോഷി അഗസ്റ്റിൻ, പീരുമേട് വാടൂർ സോമൻ, അങ്ങനെ 5 മണ്ഡലങ്ങളും LDFന്റെ കയ്യിലാണ്. കേവലം 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. അതിലൊരു മണ്ഡലം എറണാകുളം ജില്ലയിലാണ്, മൂവാറ്റുപുഴ, മാത്യു കുഴൽനാടൻ. പിന്നെയുള്ളത് P. ജോസഫിന്റെ മണ്ഡലമാണ് തൊടുപുഴ. അപ്പം നിയമസഭയിൽ LDFനാണ് ആധിപത്യം, നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനാണ് ആധിപത്യം. പക്ഷേ 2019-ലെ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേട്ടമാണ് അവിടെ ഡീൻ കുര്യാക്കോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ ഡീൻ കുര്യാക്കോസിനുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാണോ ഡീൻ കുര്യാക്കോസിന്, അതോ എതിരാകുമോ എന്നുള്ളത് ഈ പറയുന്ന സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 1, ആദ്യത്തെ ചോദ്യം ഏതാണ്? MP-യുടെ പേരറിയാമോ? MP-യെ അറിയാമോ? എത്ര പേർക്ക് ഡീൻ കുര്യാക്കോസിനെ അറിയാം? 92.1% പേർക്ക് MP-യെ അറിയാം. 92.8 എന്ന് പറയാം നമുക്ക്, അല്ലെ? 92.1. അതെ. അപ്പൊ അല്ല, 92% അറിയാം, അറിയില്ല എന്ന് പറയുന്നത് 7. അങ്ങനെയാണ് എങ്കിൽ അതൊരു നല്ല കാര്യമല്ല. കാരണം 100-ൽ നമ്മൾ 92 പേരെ കാണുമ്പോൾ അവർക്ക് MP-യെ അറിയാം, പക്ഷേ 8 പേർക്ക് അറിയില്ല എന്ന് വരുന്നത് ഒരു ചെറിയ വ്യത്യാസം. ആ ഗ്യാപ്പ് അത്ര നല്ല സൂചനയല്ല. പക്ഷേ ഒരു കാര്യം, നമുക്കൊരു ആനുകൂല്യം കൊടുക്കാം ഡീൻ കുര്യാക്കോസിന്. കാരണം പൊന്നാനിയിൽ 3 വട്ടം തുടർച്ചയായി വരുന്ന ഒരു MP-യാണ് നമ്മൾ മുമ്പേ കണ്ടത്. പക്ഷേ ഇടുക്കിയിൽ അങ്ങനെയല്ല. 2014-ൽ ജോയ്സ് ജോർജും ഡീനും മത്സരിക്കുന്നു, ജോയ്സ് ജയിക്കുന്നു. 2019-ൽ ജോയ്സും ഡീനും മത്സരിക്കുന്നു, ഡീൻ ജയിക്കുന്നു. ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകും, ജോയ്സ് ആണോ അതോ ഡീൻ ആണോ? അതാകാം ഈ വ്യത്യാസം എന്നാണ്. അങ്ങനെയെങ്കിൽ യുവ MP-യുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. അടുത്ത ചോദ്യം അതാണല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നവർ 3.4%, മികച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നവർ 19.9%. അതായത് 23.3% പേർക്കാണ് ഡീനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. MP എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിൽ 23.3% പേർ അംഗീകരിക്കുന്നു. നല്ല പ്രവർത്തനമാണ്. അതേസമയം നോക്കൂ, മോശം എന്ന് പറയുന്നത് 17.6%, വളരെ മോശം എന്ന് പറയുന്നത് 7.4%. അതായത് 25% ആളുകൾക്ക് ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല. വ്യത്യാസം കണ്ടോ? ഇവിടെയാണ് പ്രശ്നം. മോശമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനൊരു പ്രാധാന്യമുണ്ട്. 92% പേർക്ക് മാത്രമേ MP-യെ അറിയൂ എന്ന് പറയുമ്പോൾ MP-യുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അത് മോശമാണ് എന്ന് പറയുന്നവരാണ് കൂടുതലായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഒരു നല്ല സൂചനയല്ല. ശരാശരിക്കാരായ ഇടുക്കിക്കാരെ ഞാൻ അവഗണിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരാം. ശരാശരിക്കാർ പറയുന്നു 48% ഉണ്ട് അവരുടെ നിർണായകമാണ്. അത് വളരെ പ്രധാനമാണ്. അടുത്ത ചോദ്യം വരട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വോട്ട് വിഷയമായി ഇടുക്കിക്കാർ കാണുന്നത് എന്താണ്? സ്ഥാനാർത്ഥിയാണോ? എന്താണ് അവരുടെ ഉത്തരമെന്ന് നോക്കാം. പല ഘടകങ്ങൾ നമുക്ക് അവരുടെ മുന്നിലേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നോക്കൂ, വികസന പ്രവർത്തനമാണ്.
55.9% പേർ വികസന പ്രവർത്തനം പ്രധാനമെന്ന് കരുതുമ്പോൾ MP-യുടെ വിലയിരുത്തലാണ്. അത് വളരെ പ്രധാനമാണ്. 55.9%, 56. അവിടെ അതാ വീണ്ടും പ്രശ്നം വരുന്നു. അതായത് 92% ആളുകൾക്ക് മാത്രമേ അറിയൂ എന്ന് വരുന്നു. MP-യുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ലാത്തവരുടെ ശതമാനം 25 വികസന പ്രവർത്തനങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് പറയുമ്പോൾ മറ്റ് ചില ഘടകങ്ങൾ നമ്മൾ പ്രധാനമായും കണ്ടിരുന്നു. ഈ പറയുന്ന വിലക്കയറ്റം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. അഴിമതി വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല. തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല. അതായത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് മറ്റു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഡീൻ കുര്യാക്കോസിന് അത്ര നല്ല കാര്യങ്ങളല്ല ഇതുവരെ. ഓക്കെ, ജോയ്സ് ജോർജും ഡീനും തമ്മിലുള്ള മൂന്നാം അംഗത്തിൽ ഇക്കുറി 2014 ആവർത്തിക്കുമെന്ന ഒരു സൂചനയാണ് നിങ്ങൾ നൽകുന്നത്. പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് പോയതിനു ശേഷമേ ഞാൻ പൂർണ്ണമായും പരാജയം സമ്മതിച്ചു തരൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം മണ്ഡലത്തിന്റെ സ്വഭാവം കൂടി നിർണ്ണയിക്കുന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് ആഗ്രഹിക്കുന്നത്? രാഹുൽ ഗാന്ധിയാണോ, അതോ നരേന്ദ്രമോദിയോ, അതോ ശശി തരൂരോ? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഉത്തരം വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് 34.6% പേർ വോട്ട് രേഖപ്പെടുത്തുന്നു. മോദിക്കത് 25.8 മല്ലികാർജുൻ ഖാർഗെയുണ്ട് 3.4. അതിനു മുകളിലാണ് അരവിന്ദ് കെജ്രിവാൾ 8.7, ശശി തരൂർ 9.8. അപ്പൊ അവിടെ ഒരു കോൺഗ്രസ് മൈൻഡ് ഉണ്ട് അല്ലെ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം. അവിടെ ശശി തരൂരിനും മല്ലികാർജുൻ ഖാർഗെക്കും വോട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ഏതാണ്ട് 50%-നടുത്ത ആളുകൾ കോൺഗ്രസ് തന്നെയാണ് അവരുടെ ചോയ്സ് എന്ന് വരുന്നു. അത് നിശ്ചയമായും ഡീൻ കുര്യാക്കോസിന് ആശ്വാസകരമായ ആദ്യത്തെ ഘടകമാണ്. അപ്പം സുജയെ പ്രതീക്ഷിക്കുന്നത് പോലെ 2014 ആവർത്തിക്കുമെന്നൊരു സൂചന നമ്മൾ നൽകിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളിൽ നില കുറച്ച് പരിങ്ങളിലാണ് എന്നുള്ള അവസ്ഥയുണ്ട്. അത് ഉൾക്കൊള്ളുന്നു MP ഉൾക്കൊള്ളുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മികച്ചതാണോ, മോശമാണോ? നോക്കാം. ശരാശരിയാണോ? വളരെ മികച്ചെന്ന് അഭിപ്രായപ്പെടുന്നവർ 7.5% പേരാണ്. മികച്ചത് എന്ന 18.1%. അതായത് 25.6% പേർ മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തും. അതേസമയം മോശമെന്ന അഭിപ്രായം പറയുന്നവർ 20.5%, വളരെ മോശമെന്ന് പറയുന്നത് 28.9%. അപ്പൊ 29.4 പേര് മോദി സർക്കാർ നല്ലതല്ല എന്ന് പറയുന്നു. അവിടെയും ഒരു പ്രശ്നമുണ്ട്, വളരെ ചെറിയ വ്യത്യാസം അല്ലെ? 25.6% ആളുകളാണ് ഈ പറയുന്ന മികച്ചത് എന്ന് പറയുന്നത്. 29.4 പേരാണ്. ശരാശരിക്കാർ കുറച്ച് കൂടുതലാണ്. രണ്ട് ചോദ്യത്തിനായി 41.4. ശരാശരി 41.4%. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആ മണ്ഡലം ആർക്കെങ്കിലും ഏകപക്ഷീയമായി ആർക്കും അനുകൂലമല്ല. ഇതാണ് പിടിതരാത്തൊരു സാഹചര്യം കാണിക്കുന്നു. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, ഈ രണ്ട് സാധ്യതകളെ ഇടുക്കി മണ്ഡലത്തിലുള്ളൂ. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളൂ. അപ്പോ ഈ LDF-നാണോ അതോ UDF-നാണോ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് ഏകപക്ഷീയമായ ഒരു ചിത്രം ഇപ്പോൾ ഇടുക്കി കാണിക്കും. അവിടെ ഇടുക്കിക്കാരുടെ ഒരു പൊതു സ്വഭാവമായിട്ട് അതിനെ കാണാമോ? പൊതുവെ തുറന്നു പറയാത്തവരുടെ രീതികളുണ്ടല്ലോ ഓരോ മണ്ഡലത്തിലും ആളുകളുടെ സ്വഭാവം. നോക്കൂ, 2014 ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വരുന്നു. അതുപോലെ തന്നെ സഭയും എടുക്കുന്ന നിലപാടുകൾ, മലയോര ജനതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. അതിലേത് ഘടകമാണ് അവതരിപ്പിക്കുന്നത് എന്നനുസരിച്ചാണ് അവരുടെ വോട്ട് വരുന്നത്. 2014 ഒരു രീതിയിൽ ചിന്തിച്ചവർ 2019 അതേ സ്ഥാനാർത്ഥിയെ കൈവിടുന്നത് നമ്മൾ ഇടുക്കിയിൽ കണ്ടതാണ്. പിന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയ മണ്ഡലമാണ്. അപ്പൊ അവിടെ PT തോമസിനെ പോലൊരു നേതാവ് ആ ജില്ലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമ്മൾ ഓർക്കണം, PT തോമസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ ജില്ലയാണ് ഇടുക്കി എന്നുള്ളത്. അപ്പം ഇടുക്കിയുടെ പ്രതികരണങ്ങൾ എപ്പോഴും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു വീഴ്ചയില്ല. ഈ മലയിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ ഒരു മനക്കരുത്തുണ്ടല്ലോ, ആ കരുത്ത് നിശ്ചയമായും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ടുള്ള കുടിയിറക്കൽ നടന്നപ്പോൾ, ഒഴിപ്പിക്കൽ നടന്നപ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. വളരെ അടുത്ത് നടന്ന സംഭവമാണ്. ഈ സർവേ നടക്കുന്ന ആ ഒരു കാലപരിധിയിൽ കണ്ട ഒരു കാഴ്ച കൂടിയാണത്. അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങൾ അവിടെ നിൽക്കും. അത് മാത്രമല്ല, ഈ ഭൂപതിവ് നിയമം ഉണ്ടല്ലോ, ഭൂപതിവ് നിയമം പിന്നെ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ആ ഒറ്റക്കെട്ടായതുകൊണ്ട് ആ ഭൂപതിവ് നിയമം പാസ്സാക്കിയത് LDF സർക്കാരാണ്. ആ സർക്കാർ പാസാക്കിയ നിയമത്തിന് ഒപ്പുവെക്കാതിരിക്കുന്ന ആളാണ് ഗവർണർ. ഗവർണർക്കെതിരെ ജനകീയ ഹർത്താൽ നടന്ന ജില്ലയാണ് ഇടുക്കി. ആ അർത്ഥത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഏകപക്ഷീയമല്ല ഇടുക്കിയിലെ
ഈ പറയുന്ന വികാരം. പറയാൻ വരട്ടെ. അപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അതിൽ അതെ, ഈ വ്യക്തത വരുമല്ലോ. ഭൂപതിവ് ചട്ടം നിയമം ഒക്കെ പാസാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ച് ഇടുക്കിക്കാർക്ക് പറയാനുള്ളത് എന്താണ്? കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6. അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. മികച്ചതാണോ? വളരെ മികച്ചത് എന്ന 4.2%, മികച്ചത് എന്ന 17.9%, 22.1% പേർക്ക് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. അതേസമയം മോശമാണ് എന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കം. മോശമെന്ന് പറയുന്നവർ 26.9%, വളരെ മോശമെന്ന് പറയുന്നവർ 16.6%. അതായത് 43.5% പേർ പിണറായി സർക്കാർ പോരാ എന്ന അഭിപ്രായമുള്ളവരാണ്. കേവലം 22.1% ആളുകൾ മാത്രമാണ് പിണറായി സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്നത്. അത് ഒരു ഇൻഡിക്കേറ്ററാണ്. അത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ഡിഫറൻസുമാണ്. ഏതാണ്ട് 20%-നടുത്തുള്ള അഭിപ്രായ വ്യത്യാസം. ആ വ്യത്യാസം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് ഡീൻ കുര്യാക്കോസിന് നിശ്ചയമായും അനുകൂലമായി. അവിടെ ഒരു ശരാശരി ഉണ്ട് 30.8. യെസ്, ആ ശരാശരി എങ്ങോട്ട്? അതൊരു സ്വിംഗ് ആണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും ചായ. അപ്പോൾ ഡീൻ കുര്യാക്കോസിന് ആദ്യമായി ഒരു പോസിറ്റീവ് സ്ട്രോക്ക് തന്നിരിക്കുകയാണ് ഈ സർവേ. അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വ്യക്തത വേണമല്ലോ. രണ്ടാം പിണറായി സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കണ്ടേ? തീർച്ചയായും. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, അതായത് അതിന്റെ ഒരു ചേർന്ന് നിൽക്കുന്ന ചോദ്യത്തിലേക്കാണ് വരുന്നത്. പിണറായി സർക്കാർ എങ്ങനെയുണ്ട്, അതായത് ഇപ്പോഴുള്ള രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു. അടുത്ത ചോദ്യമായി നമ്മൾ പോകാൻ പോകുന്നത് ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ ഇടുക്കിക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നന്നായോ അതോ മോശമായോ? മോശമായി എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ, 73.2%. ചെറിയ ഇൻഡിക്കേറ്റർ അല്ല. നോക്കൂ, 73.2% ആളുകൾ ഈ സംസ്ഥാന സർക്കാർ ഒരു പരാജയമാണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇടതുപക്ഷത്തിനൊരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുമോ? എന്ന് മാത്രവുമല്ല, സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണ് എന്ന് പറയുന്നവർ 43%-ന് മുകളിലുമാണ്. അപ്പോൾ ആ രണ്ട് ഘടകങ്ങളുമാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് അനുകൂലമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡീൻ കുര്യാക്കോസ് ഒരു MP എന്ന നിലയ്ക്ക് അവിടെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം നിൽക്കുന്നു എന്നുള്ളതാണ് UDF-ന് അവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നാണ്. പക്ഷേ UDF-നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. തീർച്ചയായും. കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് പെർഫോം ചെയ്തത്? രണ്ടാം ഊഴം കൊള്ളില്ല എന്ന് പറയുന്ന ഇടുക്കിക്കാർ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാകും. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ക്രിയാത്മകമായോ? എന്താണ് ഇടുക്കിക്കാർക്ക് പറയാനുള്ളത്? ഇടുക്കിയുടെ അഭിപ്രായം, റിസൾട്ട് നോക്കാം. നോക്കൂ, പ്രതിപക്ഷം മോശമെന്ന് അഭിപ്രായപ്പെടുന്നവർ 34.5, വളരെ മോശമെന്ന അഭിപ്രായമുള്ളവർ 14.7, ആകെ 49.2%. അതായത് 50% പേർക്കും പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. നല്ല അഭിപ്രായമുള്ളത് കേവലം 10%-ന് മാത്രമാണ്. 10.3. അതെ, 10.3, 10% എന്ന് വയ്ക്കാം. അപ്പൊ 50% ആളുകൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം, 10% ആളുകൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാവോ? ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളല്ല ഒരു തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് പ്രതിപക്ഷം നന്നായോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇവർ കൊള്ളില്ല, ഇവർ പോരാ. എന്താ അത് ഇവർ പോരാന്ന് പറഞ്ഞ കാര്യം എന്താ? മറ്റിടത്ത് എതിർവികാരം നിൽക്കുകയാണ്, നിങ്ങൾ ആഞ്ഞടിക്കുന്നില്ല എന്നുള്ളതാണ് ആ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ് കൂടുതൽ വെയിറ്റേജ് ആയിട്ട് വരിക. പ്രതിപക്ഷം നന്നായില്ല എന്നുള്ള അഭിപ്രായത്തിന് അത്ര വലിയ വെയിറ്റേജ് നമുക്ക് പറയാമായിരുന്നു. അതെ. അപ്പോൾ അതിലേതാണ് വോട്ടർമാർ തെരഞ്ഞെടുക്കുന്നത് എന്നത് കൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷം പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടാത്തത് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഡീന് തിരിച്ചടിയാകുമോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ച് ഇടുക്കി പറയുന്നത് എന്താണ്? ഇടുക്കിക്ക് അത് ഇഷ്ടമായോ? ഉത്തരത്തിലേക്ക് വരാം. നവകേരള സദസ് ഇടുക്കിക്ക് നവകേരള സദസ് അത്ര പിടിച്ചിട്ടില്ല. 75.5% പേർ ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അപ്പൊ അത്ര പിടിച്ചിട്ടില്ലെന്നല്ല, തീരെ പിടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ 75.5%, 76% ആളുകൾ നവകേരള സദസ്സിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഈ പറയുന്ന 6 കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പൊ 7 കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ ഇന്നത്തെ അടക്കം 7 കോൺസ്റ്റിറ്റ്യുവൻസി കവർ ചെയ്തു. 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരേ അഭിപ്രായം എല്ലാവരും ഒരുപോലെ രേഖപ്പെടുത്തിയത് നവകേരള സദസ്സിന് എതിരായിട്ടാണ്. അത് എബവ് 70% ആണ്. അത് കേരളത്തിന്റെ ഒരു പൊതുവികാരമെന്ന് 20 കഴിയുമ്പോൾ ഒരു പക്ഷേ പറയേണ്ടി വരും. അതാ കാരണം നവകേരള സദസ്സിനെതിരായിട്ട് അതൊരു അനാവശ്യമായ പരിപാടിയായിരുന്നു എന്ന് വിലയിരുത്തുന്നവരാണ്. ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച 7 എണ്ണത്തിനകത്ത് 5 എണ്ണം UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു. 2 മണ്ഡലങ്ങൾ അല്ലേ, കാസർഗോഡും മാവേലിക്കരയും LDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു. പക്ഷേ ഈ 7 സ്ഥലങ്ങളിലും ഇപ്പോൾ ഇടുക്കിയിലും 8ാമത്തെ മണ്ഡലമായ ഇടുക്കിയിലും
എല്ലാവരും ഒരുപോലെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സിനെതിരായിട്ടാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 75% ആളുകളാണ് ഇടുക്കിയിൽ ഈ സർക്കാരിൻ്റെ നവകേരള സദസ്സിനെതിരായിട്ട് പറയുന്നത്. 43% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം പോരാ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മോശമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 73% ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടുക്കി മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നു എന്ന് പറയാം. ആശ്വസിക്കാൻ വകയുണ്ട് ഡീൻ കുര്യാക്കോസിന്. അപ്പോൾ ഡീനിന്റെ മുഖത്തൊരു ചിരി വന്നു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇനി എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിയാണ് ഈ നവകേരള സദസ്സ് നടത്തിയത്, ആ വിഷയങ്ങളിൽ മേലുള്ള ഇടുക്കിക്കാരുടെ പ്രതികരണം എന്താണ് എന്നതുകൂടി അറിയണ്ടേ ഉണ്ണി സാറേ? തീർച്ചയായും ഇടത് സർക്കാർ ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള ആരോപണം. കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്താണെന്നാണ് ഇടുക്കി വിലയിരുത്തുന്നത്. നോക്കാം. അവിടെയുണ്ട് ഒരു ട്വിസ്റ്റ്. അതെ, ആ ട്വിസ്റ്റിലേക്ക്, ആ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നു. ഇതുവരെ കണ്ടതുപോലെയല്ല, ഇടുക്കി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ, 42.5. അവിടെ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇടുക്കിയെ അഭിപ്രായം പറയണം. കാരണം എന്താ അറിയാവോ, ഇടുക്കിയുടെ വിളകൾ എന്താണ്? നാണ്യവിളകളാണ്. ആ കർഷകരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏലത്തിന്റെ കാര്യത്തിലാണെങ്കിലും കുരുമുളകിന്റെ കാര്യത്തിനകത്താണെങ്കിലും തേയിലയുടെ കാര്യത്തിനകത്താണെങ്കിലും ആ കർഷക ജനതയുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം കേന്ദ്രത്തിന്റെ നയങ്ങളാണെന്ന് ഉത്തമ ബോധ്യം ആ ജനതയ്ക്കുണ്ട്. അവരത് ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കൽ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ആ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തണം. കേന്ദ്ര സർക്കാർ നയങ്ങളാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുന്നവരുടെ ശതമാനം എന്ന് പറയുന്നത് 42.5% ആയിരിക്കുന്നത് ഇടുക്കിയുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള കർഷകരുടെ അഭിപ്രായം. അത് ഇടത് സർക്കാർ പറയുന്നു, ആ വാദത്തോട് യോജിക്കുന്നു പൂർണ്ണമായി യോജിക്കുന്നു എന്ന മട്ടിലാണോ? അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ അവരാണത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കേന്ദ്രത്തിന്റെ നയങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം അവരവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ പോകുന്ന ആളുകളാണ്. എല്ലാ ദിവസവും ഈ പറയുന്ന തേയിലനുള്ളി അല്ലെങ്കിൽ ഏലവുമായി കുരുമുളകുമായി നിരന്തരം കമ്പോളത്തിലേക്ക് പോകുന്നവരാണ്. അവരോട് പോയിട്ട് പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവർക്കറിയാം സംസ്ഥാനത്തിൽ നിന്ന് എത്ര കിട്ടുന്നു, കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടുന്നു, എത്ര കിട്ടണം. ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ഉത്തമ ബോധ്യമുള്ളവരാണ്. അവർ കർഷകരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അല്ലല്ല അടുത്ത ഇത് നോക്കണം. ഇടുക്കിയുടെ ചായക്ക് കടുപ്പം കൂടി വരികയാണ്. ഡീൻ കുര്യാക്കോസ് ചിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇത് കൂടെ വായിക്കണം. സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് അഭിപ്രായപ്പെടുന്നവരും ചെറിയ ശതമാനമല്ല. 34.3%. 34.3%. അപ്പോഴും നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉത്തമ ബോധ്യത്തോടുകൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു വോട്ടർ സമൂഹത്തെ നമ്മൾ കണ്ടത് ഇടുക്കിയിലാണ്. ഞാൻ അതിന്റെ കാരണമായി പറയുന്നത് അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം വിലക്കയറ്റം നമ്മൾ പറയും, പെട്രോളും ഡീസലും പിന്നെ അടിക്കടി വില വർദ്ധിപ്പിച്ചുകൊണ്ടാൽ സ്വാഭാവികമല്ല ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റും. പക്ഷേ ഒരു വിലക്കയറ്റം എപ്പോഴും സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുക സംസ്ഥാന സർക്കാരിന്റെ പരാജയമായിട്ടാണ്. ഇവിടെ ഈ കർഷകരുടെ പ്രശ്നം അങ്ങനെയല്ല. കർഷകർക്ക് കാര്യം അറിയാം. കർഷകർക്ക് അങ്ങനെ സമ്പദ് വ്യവസ്ഥയൊന്നും കൃത്യമായി പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് കർഷകനെ എല്ലാം പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. എല്ലാം ഒരേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല കർഷകർ. പ്രത്യേകിച്ചും ഇടുക്കിയിലെ മലയോര ജനത അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക്. ED, CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന് ഇടുക്കിക്കാർ കരുതുന്നുണ്ടോ ഉണ്ണി സാർ? ഇല്ല, കരുതുന്നില്ല. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ വലിയ കണക്കാണ്, 51.9%. എന്താണ് ഈ കാണുന്നത്? അതെ, 52% ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. EDയും CBIയും പോലുള്ള ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇല്ലെന്നാണ്. ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ജനതയാണ് ഇടുക്കിയിലേത്. ഇടുക്കി മണ്ഡലത്തിലേത് 52% ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് കേവലം 31.3% ആളുകൾ മാത്രമാണ്. പാർട്ടി പറയുന്നതും ഇടത് സർക്കാർ പറയുന്നതും അംഗീകരിച്ചിട്ടില്ല. അതായത് ഇടുക്കിക്കാർക്ക് കാര്യമറിയാം. നമുക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂടി വരാം. കാര്യം അറിയാമെന്ന് വെച്ചാൽ ഇടുക്കിക്കാർക്ക് കാര്യമറിയാം. എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അവർക്ക് വേണ്ടത് എന്താണെന്നും ഇടുക്കിക്കാർക്ക് അറിയാം. ഇടുക്കി മിടുക്കിയാണെന്നുള്ള വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്നു ക്വസ്റ്റ്യൻ നമ്പർ 12. നമ്മൾ ഈ ഇടുക്കിയിലെ സർവേയുടെ അവസാന പാദത്തിലേക്ക് കടക്കുകയാണ്. ആ സർപ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് പൊട്ടിക്കാൻ സമയമായി. അടുത്ത ചോദ്യത്തിലേക്ക്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്, അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചതായി അറിയാമോ ഇടുക്കിക്കാർക്ക്? എന്താണ്
എന്താണ് ഈ മുന്നണിയെക്കുറിച്ച് ഇടുക്കിയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത്? അതാണ് നമ്മൾ അടുത്ത ചോദ്യമായി അവരുടെ മുന്നിലേക്ക് വെച്ചത്. നേട്ടമുണ്ടാക്കുമോ? എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രോസ്പെക്ട് എന്നുള്ളത് ഇടുക്കിക്കാർ മറുപടി പറയുന്നു. ആ ഉത്തരം ഇതാണ്. 12ാമത്തെ ചോദ്യത്തിലുള്ള ഉത്തരം നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്നവർ 3.2, മെച്ചപ്പെട്ട പ്രകടനമെന്ന് 21.6, അതായത് 24.8% പേർ. അല്ല, പക്ഷേ അടുത്തതാണ് പ്രധാനം. ഉണ്ടാക്കില്ല, ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്ന 58%. അതൊരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇടുക്കി ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്കുള്ള വികാരമോ ഒരു തരംഗമോ കാണിക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് പല കൂട്ടിക്കിഴിക്കലുകളിലൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ചില ഘടകങ്ങൾ ഡീൻ കുര്യാക്കോസിന്, ഡീൻ ജോൺസ് പഴയ ക്രിക്കറ്റ് താരമാണ്, എനിക്ക് വളരെ പെട്ടെന്ന് ഡീൻ ജോൺസ് എന്ന് വന്നു. ഡീൻ കുര്യാക്കോസിന് ചില കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ചില കാര്യങ്ങൾ LDF അനുകൂലമാകും. പക്ഷേ ഇടുക്കിക്കാർക്ക് യാഥാർത്ഥ്യ ബോധമുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ പിടിക്കില്ല എന്ന് അവർ കരുതുന്നു. അല്ല, മോശം, വളരെ മോശം എന്നുള്ള അഭിപ്രായം 13.7% പേർക്കേ ഉള്ളൂ. മാറ്റമുണ്ടാക്കില്ല എന്ന് പറയുന്ന ഒരു നിരാശയിൽ നിന്നും കൂടി ആകാം. അതെ, പ്രതീക്ഷിച്ചതുപോലെ നടക്കില്ല എന്ന നിരാശ ഇടുക്കിക്കാർക്കുണ്ട്. ആ നിരാശയിൽ നിന്ന് അവരെ കരകയറ്റാൻ പറ്റിയ 13ാമത്തെ ചോദ്യം. ആ നിരാശയ്ക്ക് പല ഘടകങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം? ഇടുക്കിക്കാരുടെ അഭിപ്രായം എന്താണ്? പാസ്സാകുമോ? ഇടുക്കിയിലെ പരീക്ഷ VD സതീശൻ പാസ്സായോ? ഇടുക്കിയിലെ പരീക്ഷയിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്? കാൻഡിഡേറ്റ്സ് എല്ലാവരും തയ്യാറാണ്. ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് ഇടുക്കിക്കാർ ആഗ്രഹിക്കുന്ന ജംബോ പട്ടികയാണ്. ആ ഇടുക്കിക്കാർക്ക് ഒരു മിടുക്കിയായ മുഖ്യമന്ത്രി വേണമെന്നാണ്. വീണ്ടും KK ശൈലജ ബഹുദൂരം മുന്നിലാണല്ലേ? അതെ, 29.6% ശൈലജയ്ക്ക് ഇടുക്കിക്കാർ കൊടുക്കുന്നത്. എന്നാലോ പിണറായി വിജയനും സുരേഷ് ഗോപി ഏറെക്കുറെ അടുത്തടുത്താണ്. 12.8%. അല്ല, VD സതീശൻ 14% ഉണ്ട്, 15% പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് പിണറായി വിജയനും സുരേഷ് ഗോപിയും തൊട്ടടുത്ത് നിൽക്കുന്നു. പിണറായി വിജയൻ 4ാമത് നിൽക്കുന്നു. പിണറായി വിജയൻ 3ാമത് നിൽക്കുന്നു, സുരേഷ് ഗോപി 4ാമത് നിൽക്കുന്നു. പിണറായി വിജയന് 12.8%, സുരേഷ് ഗോപിക്ക് 12.3%. അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ഭുതകരമാണ്. പക്ഷേ ശൈലജയാണ് ഇടുക്കിക്കാർക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. നേരത്തെ സ്മൃതി പറഞ്ഞാണ്. തെറ്റുണ്ട്. തരൂരിന് 20.5%. അതാണ്. ശൈലജയ്ക്ക് ശേഷം തരൂരാണ് വരുന്നത്. പിന്നീട് 3ാമത് VD സതീശൻ, 4ാമത് പിണറായി വിജയൻ, 5ാമത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം വെറും 0.05% മാത്രമാണ്. ഹേ പ്രഭോ, ഇടുക്കിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തിരിച്ചടി അല്ലേ? 4ാമത് എന്താണ് പിണറായി വിജയൻ എത്തുന്നത്? ഇടുക്കിക്കാർക്ക് സുരേഷ് ഗോപിയെയും പിണറായി വിജയനെയും ഏറെക്കുറെ ഒരേപോലെ ഇഷ്ടമാണ് എന്നുള്ള ഒരു മാൻഡേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 അവർ തരികയാണ്. ഇടുക്കിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജ പിണറായി വിജയനേക്കാൾ വള്ളപ്പാടകലെ മുന്നിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇടുക്കി പലതരത്തിലുള്ള ഈ മണ്ഡലം നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് വിലയിരുത്താം. വളരെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് അവർക്ക് കൃത്യമായി വിലയിരുത്തുന്നത്. അവരുടെ കാർഷിക പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം, അടിസ്ഥാന പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര നയങ്ങളാണെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിനെതിരാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് അവർക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. ഈ പറയുന്ന നവകേരള സദസ്സിനോട് വലിയ എതിർപ്പുമുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം LDFനെതിരാണ്. എന്നാൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഡീൻ കുര്യാക്കോസിനെ അറിയാത്തവരുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതായിരിക്കുന്നു. പ്ലസ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന MP എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനത്തെ അത്ര ഗംഭീരമായിട്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടായിരിക്കുന്നു. അപ്പോൾ വളരെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കുമായി നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ സർപ്രൈസ് അത് പൊട്ടിക്കൂ, അല്ല, നെഞ്ചിടിപ്പോട് കൂടി നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിന് ആശ്വാസമാകുമോ അടുത്ത ഉത്തരം എന്നുള്ളതാണ്. അതോ ജോയ്സ് ജോർജിന് ആശ്വാസമാകുമോ? അതെ, നോക്കാം. അവസാനത്തെ ചോദ്യം. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ മുന്നണി വിജയിക്കണമെന്നാണ് ഇടുക്കിക്കാർ ആഗ്രഹിക്കുന്നത്? എത്ര ശതമാനം വോട്ട് വിഹിതം നിങ്ങൾ ആ കാൻഡിഡേറ്റിന് നൽകാൻ പോകുന്നു? നമുക്ക് നോക്കാം. 3 മുന്നണികൾക്കും ഇടുക്കി കൊടുക്കാൻ പോകുന്ന വോട്ട് വിഹിതത്തിന്റെ ആദ്യ സൂചന UDFനാണ്. UDFന് 46.4% പേർ UDF വരണമെന്ന് വിജയിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. LDFന് 41.8% പേർ. അതായത് ഡീൻ കുര്യാക്കോസ് വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഡീൻ കുര്യാക്കോസിന് 46.4% വോട്ട് ലഭിക്കും. അതായത് 2019 എത്ര ശതമാനം വോട്ടാണ് ലഭിച്ചത്? സുജയ്, 54% വോട്ടാണ് ലഭിച്ചത്. അതിൽ നിന്ന് 8% കുറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഘടകങ്ങളിൽ
പലതും ഡീൻ കുര്യാക്കോസിനെതിരാണ്. അപ്പം കഴിഞ്ഞ തവണ 2019 54% വോട്ട് നേടി 18% ഭൂരിപക്ഷം നേടിയ ഡീൻ കുര്യാക്കോസ് താഴത്തേക്ക് വരുന്നു. 8% കുറവാണ് ഉണ്ടാകുന്നത്. 46 വരുമ്പോൾ ജോയ്സ് ജോർജ് ശതമാനം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ. കഴിഞ്ഞ തവണ 35% ജോയ്സ് ജോർജിൻ്റെത്. ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് 41.8, അതായത് 42% എന്ന് പറയുമ്പോൾ 6% വളർച്ച കാണിക്കുന്നു. അതായത് 8% കുറവ് ഡീൻ കുര്യാക്കോസിനുണ്ടാകുന്നു, 6% കൂടുതൽ ജോയ്സ് ജോർജിനുണ്ടാകുന്നു. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 5%. 5% എന്ന് പറയുന്നത് ടൈറ്റ് ഫൈറ്റ് ആണ്. ഇറ്റ്സ് ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, പ്രത്യേകിച്ച് LDFന് 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ആധിപത്യമുള്ള ഇടുക്കിയിൽ 5% മാത്രം വർധനയാണ് കാണുന്നത്. 5% എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 8 വരെയുള്ള വോട്ടർമാരുടെ മനസ്സിലെ ചിന്തയാണ്, സ്പന്ദനമാണ് നമ്മൾ ഒപ്പിയെടുത്തത്. ദിവസങ്ങളുണ്ട് ജോയ്സ് ജോർജിന് ഓടിക്കയറാനുള്ള. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. നിശ്ചയമായും ഇടുക്കി ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇടുക്കിയുടെ മനസ്സ് ഇപ്പോൾ കുര്യാക്കോസിനൊപ്പമാണ്, UDFനൊപ്പമാണ് അറ്റ് ദിസ് മൊമെന്റ്. പക്ഷേ 5% മാത്രം വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയല്ല. ജോയ്സ് ജോർജ് ഒരു മികച്ച കാൻഡിഡേറ്റ് ആണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ജോയ്സ് ജോർജ് വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ കാഴ്ചവെക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ആധിപത്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഭൂപതിവ് നിയമം അടക്കമുള്ള കാര്യങ്ങളിലൂടെ പ്രിയങ്കരമായിട്ടുണ്ട് ഒരർത്ഥത്തിൽ LDF സർക്കാർ. നമുക്ക് അൽ അമീനിലേക്ക് പോകാം. നിശ്ചയമായി അല്ലമീൻ, വെൽക്കം ടു റിപ്പോർട്ടർ പ്രീ പോൾ ഷോ. അല്ലമീൻ, കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്തെ 4ാമത്തെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെ നമുക്ക് ഇടുക്കിയെ വിലയിരുത്താം? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം? ജനം എന്തിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്? സ്മൃതി, ഇടുക്കിയിലെ കാറ്റിന് എല്ലാ കാലത്തും വല്ലാത്തൊരു കുളിരുണ്ട്. പക്ഷേ ഇത്തവണ ആ കാറ്റിന്റെ കുളിർമ ആരനുഭവിക്കുമെന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കാരണം ഇടുക്കി അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കുന്ന ഒരു സ്വഭാവമല്ല. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ളത് അത് സിറ്റിംഗ് MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണി അവിടെ പരീക്ഷിച്ച ജോയ്സ് ജോർജുമാണ്. ഇടതുമുന്നണിക്ക് മറ്റൊരു പേര് ഇപ്പോൾ പരിഗണനയിലില്ല. ആ രണ്ടുപേരും അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഒരു തവണ MP ആയ ജോയ്സ് ജോർജിനെയും ഇപ്പോൾ MP ആയിരിക്കുന്ന ഡീൻ കുര്യാക്കോസിനെയും അവരുടെ 2 കാലയളവിലുള്ള പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ആരുടെ കാലത്താണ് അവിടെ വികസനം കൂടുതൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ അവിടെ വിലയിരുത്തപ്പെടും. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷത്തിൽ, അട്ടിമറി ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് വിജയിച്ചു വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് അന്നത്തേതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ പലതും ഇപ്പോഴും മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂപതിവ് നിയമം ഉൾപ്പെടെ അവർ വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമാണ്. അത് ഈ പറഞ്ഞുകൊണ്ട് ഇത്തവണ സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ UDFനാകില്ല. കാരണം ആ ഒരു നിയമം സർക്കാർ പാസ്സാക്കിയിരിക്കുന്നു, ഗവർണർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു തിരിച്ചടിയാകാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഇടതുപക്ഷത്തിന് തങ്ങൾ ആ നിയമം കൊണ്ടുവന്നല്ലോ എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ അതിലെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ UDF രംഗത്തേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകുമെങ്കിലും മറ്റു പല ഘടകങ്ങളും ഈ രീതിയിൽ അവർ പരിഗണിക്കും. അതിലേറ്റവും പ്രധാനം ഈ 2 പേരുടെയും പ്രവർത്തന കാലയളവിലെ പെർഫോമൻസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് വിജയിച്ചാലും 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാരണം 2014 അവിടെ ജോയ്സ് ജോർജ് വിജയിച്ച് വരുമ്പോൾ ഭൂരിപക്ഷം ഏതാണ്ട് 51,000 വോട്ടുകൾക്ക് മുകളിലാണ്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ അതുക്കും മേലെ വിജയിക്കേണ്ടത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ഇനി അതല്ല UDF ആണെങ്കിലും കഴിഞ്ഞ തവണ ചരിത്രത്തിലെ വലിയൊരു ഭൂരിപക്ഷം, അത് 1,71,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു വരുമ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് നേടണമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് കൂട്ടി മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്കും കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. അവരുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴും വായിച്ചെടുക്കാൻ മുന്നണികൾക്കായിട്ടില്ല, അല്ലെങ്കിൽ ആവില്ല എന്നുള്ളതിന്റെ കൃത്യമായ സൂചന കൂടി തന്നെയാണ് നമ്മുടെ ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്ന ഓരോ ഘടകങ്ങളിലുമുള്ള അവരുടെ പ്രതികരണം. അതോടൊപ്പം സംബന്ധിച്ചുള്ള ഒരു ഇടുക്കിയുടെ പ്രതീക്ഷ, ഇടുക്കിയിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഡീൻ കുര്യാക്കോസിന് പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഓർത്തത്, 2019 കേരള കോൺഗ്രസ് M ഉണ്ട് UDFനൊപ്പം അല്ലേ? 2019 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 2020 ആ പാർട്ടി ഇടതുപക്ഷത്തേക്ക് മാറുന്നത്. 2021 പിന്നെ LDFലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. PJ ജോസഫ് മാത്രമാണ് ഭിന്നിച്ച് UDFൽ നിൽക്കുന്നത്. അവർക്ക് അവിടെ ആകെപ്പാട് ഒരു സീറ്റേ ഉള്ളൂ. ജോസഫ് മാത്രമാണ് തൊടുപുഴയിൽ ജയിച്ചത്. റോഷി ഇപ്പുറത്താണ്, റോഷി അഗസ്റ്റിൻ ഇപ്പുറത്താണ് ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി.
അപ്പോൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സഖ്യകക്ഷിയെ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5% എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സർവേ കറക്റ്റാണ്, നമ്മുടെ സാമ്പിൾ സൈസ് കറക്റ്റാണ്, ആളുകൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. ആ അഭിപ്രായത്തിലെ വൈരുദ്ധ്യവും ഒപ്പം ഏകപക്ഷീയമല്ലാത്ത ഒരു ട്രെൻഡും കാണിക്കാതിരിക്കുന്ന സാഹചര്യവും ആർക്കാണ് സ്വാഭാവികമായിട്ടും ഗുണകരമാകുക? പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാണ് ഗുണകരമാകുക. അത് സ്വാഭാവികമായിട്ടും ജോയ്സ് ജോർജിനാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇടുക്കി മണ്ഡലം വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഓക്കെ, നമുക്ക് നമ്മൾ ഇന്ന് ഇതുവരെ പരിശോധിച്ച മണ്ഡലങ്ങളിൽ നിന്ന് എത്ര എണ്ണം UDF-നൊപ്പം, എത്ര എണ്ണം LDF-നൊപ്പം എന്ന് വളരെ പെട്ടെന്ന് നോക്കാം. UDF-ന് ഒപ്പം നിൽക്കുന്നത് നമ്മൾ സർവേ ചെയ്ത മണ്ഡലങ്ങളിൽ കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി എന്നിങ്ങനെ 6 മണ്ഡലങ്ങൾ UDF-നൊപ്പമാണ്. കാസർഗോഡും മാവേലിക്കരയും LDF തിരിച്ചു പിടിക്കാൻ പോകുന്നുവെന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. ഇതുവരെയുള്ള സർവേ ഫലം LDF-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതാണ്. കാരണം 19-1 എന്നതിൽ നിന്ന് ടാലി മാറും എന്ന സൂചന. 8 മണ്ഡലങ്ങൾ മാത്രമായിട്ടുള്ളപ്പോൾ 6-2 എന്നുള്ളതാണ് സ്ഥിതി. 8 മണ്ഡലങ്ങളായിരിക്കുമ്പോൾ 6-2. അതിൽ തന്നെ ഈ പറയുന്ന ഇടുക്കി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാവുന്ന മണ്ഡലങ്ങളും നിൽക്കുന്നു എന്നുള്ളത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും സ്വാഭാവികമായും നമുക്ക് എന്താണ് അപ്രതീക്ഷിതമായ ചില റിസൾട്ടുകൾ വരാമെന്ന് തന്നെയാണ് നമ്മൾ. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പലതും സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ല. പ്രേക്ഷകരുടെ അറിവിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ആകുന്നതിന് മുൻപ് സൂചനകൾ മാത്രമാണ്. സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും, സിറ്റിംഗ് MP-മാർ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. അതോടൊപ്പം തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും നമുക്കറിയാം. എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് നമ്മൾ വോട്ടർമാരിലേക്ക് അല്ലെങ്കിൽ ഈ സാമ്പിളിലേക്ക് എത്തിയത്. അത് ക്രോഡീകരിച്ചത് ഫെബ്രുവരി 8-ാം തീയതി വരെയാണ് ഞങ്ങൾ ഈ സർവേ നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ടാലി UDF 6, LDF 2. ഈ സർവേ നമ്മൾ നാളെയും തുടരും. റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേയിൽ നാളെയും 2 മണ്ഡലങ്ങളുമായി പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടറിന്റെ ടീം ഏതൊക്കെയാണ് മണ്ഡലങ്ങളും കൂടി പറഞ്ഞോളൂ. സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, അതാ നല്ലത്. സർപ്രൈസ് വേണ്ടേ? ശരി, അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിരിക്കട്ടെ. നാളെയും 2 മണ്ഡലങ്ങളിലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലവുമായി ഞങ്ങളെത്തും. പ്രീപോൾ സർവേ നാളെയും കാണാം. നാളെ 2-ൽ ഒതുങ്ങുമോ എന്ന് നാളെ അറിയാം. അതെ. അപ്പോൾ നമുക്ക് ഇനി ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാറിന്റെ സമയമാണ്. ഡിബേറ്റിലേക്ക്. താങ്ക് യു.